ഡോക്ടർ എൻ ജയരാജ് കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ഡോക്ടർ ജയരാജ്, നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന പണം എന്തുകൊണ്ട് എന്നല്ല അവിടെ തിരുത്തണം, ഇൻഷുറൻസ് തിരുത്തണം. എന്നല്ല, ബി ആണ്, ബി ജയരാജാണ്. ഡോക്ടർ ബി ജയരാജ്. ഓക്കെ, ഞാൻ അപ്പോൾ പറയാൻ ഓക്കെ ഡോക്ടർ ബി ജയരാജ്, നോക്കൂ, വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന തിരുത്താൻ പറയണം. പറയാം. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന ഫണ്ട് എന്തിനു വേണ്ട എന്ന് വെക്കണം എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതിനെ തുടർന്നാണല്ലോ ഇപ്പോൾ ഈ ചർച്ചയുണ്ടാകുന്നത്. പക്ഷേ ഒരു വർഷം മുൻപ് തന്നെ ഇത് നടപ്പാക്കാൻ സന്നദ്ധമാണ് എന്നത് വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കുകയും രേഖാമൂലം അറിയിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ CPI ഉയർത്തിയ എതിർപ്പാണ് പിന്നോട്ടു പോകാൻ കാരണമായത്. ഇപ്പോഴും അതേ നിലപാടിൽ CPI നിൽക്കുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ആ എതിർപ്പ് CPI ഉന്നയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ നീക്കത്തിൽ നിന്ന് വീണ്ടും പിന്നോട്ടു പോകേണ്ടി വരുമോ സർക്കാർ? ഇതിനകത്ത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ UPA സർക്കാരിന്റെ കാലത്ത് ഒരു മുസ്ലിം വിദ്യാർത്ഥികൾക്കൊരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ആ നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. നരേന്ദ്രമോദി എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കോളർഷിപ്പ് ഞങ്ങൾക്ക് വേണ്ട. അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു മണ്ടത്തരം നമ്മളിവിടെ കാണിക്കണം. അതാണ് പ്രസക്തമായ ചോദ്യം. ഇതിനകത്ത് നമ്മൾ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ SSAക്ക് കിട്ടാനുള്ള പൈസയൊന്നും കിട്ടത്തില്ല. 1400 ശിഷ്ടം കോടി രൂപയോളം ഉണ്ട്. അത് ആർക്കാണ് നഷ്ടം വരുന്നത്? നമ്മുടെ കുട്ടികൾക്കാണ് നഷ്ടം വരുന്നത്. ഈ പറഞ്ഞത് കണക്കല്ല, ദേശീയ വിദ്യാഭ്യാസ നയം അതേപടിയൊന്നും ഇവിടെ നടപ്പിലാക്കില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ പറ്റു കാര്യം, രാജ്യം മുഴുവൻ അങ്ങനെ പോവുകയാണ്. നമുക്ക് വേറിട്ടൊരു തുരുത്തായൊന്നും ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈവൻ കർണാടകയിലാണെങ്കിലും ശരി, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലാണെങ്കിലും ശരി, എല്ലായിടത്തും ഇത് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. കോൺഗ്രസ്സുകാർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കണം. പിന്നെ ഇതൊക്കെ എവിടെയാണ് തുടങ്ങിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥയെ തുടർന്ന് 76 നടക്കുന്ന അമെന്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇന്നത് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനാണ് അതിന്റെ തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടാവുക. അതുകൊണ്ട് കൺകറന്റ് ലിസ്റ്റിലേക്ക് ഇത് മാറ്റപ്പെട്ടപ്പോഴത്തേക്കും, സ്റ്റേറ്റ് ലിസ്റ്റ് ചെയ്ത് പോയപ്പോഴത്തേക്കും ആ അധികാരങ്ങളാണ് ഇപ്പോഴവരെടുത്ത് ഉപയോഗിക്കുന്നത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ മേലിൽ അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. NCERTയുടെ പുസ്തകങ്ങളിൽ മുഗൾ എംപയറിന്റെ പാഠഭാഗം ഒഴിവാക്കി, അതുപോലെ മഹാത്മാഗാന്ധിയുടെ ഭാഗങ്ങൾ ഒഴിവാക്കി. അപ്പോൾ കേരളം എന്താ ചെയ്തത്? കേരളം ബദൽ സംവിധാനത്തിലൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് അടിക്കുകയും അതിനോടൊപ്പം തന്നെ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നത്. തമിഴ്നാടിനും ബംഗാളിനും ഈ PM3 പ്രോജക്റ്റിൽ ഒപ്പിടാൻ പറ്റില്ല എന്ന നിലപാടെടുക്കാൻ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. പക്ഷെ തമിഴ്നാടും ബംഗാളും എന്തുകൊണ്ടാണ് അവർക്കത് കഴിയുന്നത്? കേരളം ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കാം എന്ന് പറയുന്ന ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാടിനെയും ബംഗാളിനെയും സംബന്ധിച്ചിടത്തോളം ലാർജർ സ്റ്റേറ്റ്സ് ആണ്. അവരുടെ റവന്യൂ ഭയങ്കര കൂടുതലാണ്. ഇതുപോലെ നിരന്തരമായിട്ട് കേരളത്തിനെ പീഡിപ്പിക്കുന്നത് പോലെ, കേരളത്തിന് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും പിടിയേർപ്പെടുന്നതാണ് പോലെ തമിഴ്നാട്ടിലും ബംഗാളിലും, മമതാ ബാനർജിയുടെ ബംഗാളിലും, MK സ്റ്റാലിന്റെ തമിഴ്നാട്ടിലും അത് ചെയ്യാറില്ലാതെ അവർക്ക് ചെയ്യാൻ സാധിക്കത്തുമില്ല. അവർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് തമിഴ്നാട് എന്തിനാണ് എതിർക്കുന്നത്? 86-ലും ഒന്നും തന്നെ വിദ്യാഭ്യാസ നയങ്ങൾ മാറ്റിയിരുന്നില്ല. അവർ അതേ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ശ്രീ ജയരാജ്. പക്ഷെ നോക്കൂ, അപ്പോൾ അവർക്ക് മാത്രമേ പറ്റുള്ളൂ, ഞങ്ങൾക്കത് പറ്റില്ല എന്നതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം ചോദിക്കുമ്പോഴും ഭാവിയിൽ അങ്ങനെ വേണ്ടി വരും എന്ന് പറയുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഫണ്ട് വാങ്ങും ഞങ്ങൾ, പക്ഷെ നയം മാറ്റില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഒരു ന്യായീകരണം കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് കേന്ദ്ര നയം അംഗീകരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഞങ്ങൾ ചെറിയ സ്റ്റേറ്റ് ആണ്, ഞങ്ങൾക്ക് അതിനുള്ള കെൽപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇത് എന്നാണല്ലോ പറയേണ്ടത്. അങ്ങനെ അല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഞങ്ങൾ പണം വാങ്ങും, കുട്ടികൾക്ക് കിട്ടേണ്ടത് എന്തിനാണ് നഷ്ടപ്പെടുന്നത്, പക്ഷേ ഞങ്ങൾ നയം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ സാധ്യമാകുന്നതാണോ? അത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല രേണുക. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് വന്നിട്ടുള്ള അത് ഇവിടെ പഠിപ്പിക്കാനായിട്ട് വന്നപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെയാണ്
കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ഉൾപ്പെടുത്തിയത്, ഗവർണറുടെ അധികാരത്തിനെ കുറിച്ചുള്ള പാഠഭാഗം അതിനകത്ത് ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കരിക്കുലം നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നില്ലേ? ഈ ഫണ്ട് വാങ്ങിയെന്ന് കരുതിയിട്ടല്ല. തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. അതിന് സംസ്ഥാനത്തിന് അധികാരമുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതാണ്. അത് കേരളത്തിനും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ പഠിക്കുന്ന CBSE സ്റ്റുഡൻസ് എന്തായിരിക്കും പഠിക്കുന്നത്? അത് കേന്ദ്രം നിർദ്ദേശിക്കുന്ന സിലബസ് ആയിരിക്കുമല്ലോ. അപ്പോൾ 2 തരം വിദ്യാർത്ഥികളെ ആയിരിക്കുമല്ലോ ഇവിടെയും സൃഷ്ടിക്കപ്പെടുക. എത്ര ശതമാനം കുട്ടികൾ CBSE സിലബസിൽ പഠിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഏതാണ്ട് 30-35% കുട്ടികൾ പിന്തുടരുന്നത് CBSE സിലബസ് ആണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ചരിത്രവും കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ചരിത്രവും എന്നത് സാധ്യമാകും എന്നതായിരിക്കും താങ്കൾ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. CBSE വിദ്യാർത്ഥികളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. പൊതുവിദ്യാഭ്യാസത്തിൽ വരുന്ന കുട്ടികളെ നമ്മൾ ഭരണഘടനയെ കുറിച്ച് പഠിപ്പിക്കും. നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. നമുക്ക് പഠിപ്പിക്കാനുള്ള രീതി അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത്. CBSEയുടെ പുറത്ത് സ്റ്റേറ്റിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ. സ്റ്റേറ്റിന് പ്രത്യേകിച്ച് കൺട്രോളൊന്നും ഇല്ലല്ലോ. CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണല്ലോ. സ്റ്റേറ്റ് ബോർഡിനകത്തല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ തന്നെയും ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള CBSE സിലബസിൽ നമുക്കൊരു കാര്യവും അവിടെ ഇതുണ്ടാക്കാനും ഒന്നും നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ അത് നിലവിൽ തന്നെ തുടരും. ആ ഒരു സ്റ്റാറ്റസ് കോ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകും എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവരെ ഈ പറയുന്ന ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയോ അല്ലെങ്കിൽ മുട്ടിലിഴയാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഇതിന്റെ പ്രശ്നം എവിടെ ഉണ്ടായത്? ഇതിന്റെ പ്രശ്നം ഉണ്ടായത് ഈ അമെന്റ്മെന്റിനകത്താണ്. ഈ സ്റ്റേറ്റ് ലിസ്റ്റും ആണ്. PM Sri സ്കൂൾസിന്റെ ഫ്രെയിംവർക്ക് ഓൺ സ്കൂൾ ട്രാൻസ്ഫോർമേഷൻ പാർട്ട് 2 ഇംപ്ലിമെന്റേഷൻ ആൻഡ് പ്രോഗ്രാമാറ്റിക് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസിൽ കൃത്യമായി പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആണ്. ലേസ് ഔട്ട് ദ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ് എക്സ്പ്ലോർസ് ദ പില്ലേഴ്സ് ഓഫ് PM Sri സ്കൂൾസ്, ദാറ്റ് ഈസ് കരിക്കുലം, പെഡഗോജി ആൻഡ് അസസ്മെന്റ്, ആക്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, adequacy, functionality, aesthetics and safety, human resources and school leadership, inclusive practices and gender equality, എല്ലാ കാര്യങ്ങളും ഇതെല്ലാം അതിനകത്ത് അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന PM Sri സ്കൂൾ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നതാണ്. അതേ അവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ അതിൽ ഇടപെടാനേ കഴിയില്ല. അത് പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കുന്ന മാത്രമല്ല ശ്രീ ജയരാജ്, അതിനകത്ത് വളരെ കൃത്യമായി അവർ ആ ഗൈഡ് ലൈൻസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് താങ്കൾ വായിച്ചിട്ടുണ്ടോ? എടുത്ത് വായിച്ചു നോക്കൂ. ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അതിൻ്റെ ക്ലോസ് വളരെ ക്ലിയർ ആണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിനകത്ത് നമ്മൾക്ക് നമ്മളുടേതായ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാമല്ലോ. ഇത് MOU സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കണമെന്നില്ല. ഉദാഹരണത്തിന് ലൈഫ് പദ്ധതിയിൽ നമ്മൾ വീടിന് 80,000 രൂപ മേടിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ ചിഹ്നം എങ്ങനെ പറയാൻ പറ്റും? MOU സൈൻ ചെയ്തിട്ട് NEP നടപ്പിലാക്കില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. NEP അതേപടി കേരളത്തിൽ നടപ്പിലാക്കില്ല. ഇപ്പൊ FIUGP നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നടപ്പിലാക്കിയില്ലേ? അത് NEP അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ? കേരളത്തിന്റെ സിലബസ്